ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. 5:30 ഒക്കെ ആയി, 5:20 ആയി കേട്ടോ. ഞാൻ നീറ്റിട്ട് ഒന്ന് ഫ്രഷായി ഒക്കെ കിച്ചണിൽ കയറിയപ്പോഴേക്കും 5:20 ആയിട്ടോ. അപ്പോൾ അത് നമ്മൾ വേഗം ചെന്നിട്ട് ചായക്ക് വെള്ളം വെച്ചു. പിന്നെ ഫ്രിഡ്ജിലിരിക്കുന്ന പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചതും പെറുക്കി വെച്ചതും നാളികേരമൊക്കെ പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ. അരിഞ്ഞ് വെച്ചിട്ടില്ല, തോലൊക്കെ കളഞ്ഞ് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ പുറത്തേക്ക് എടുത്തിട്ടിട്ട് ഇനി പുറത്തേക്ക് എടുത്തിട്ടല്ല, പുറത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ തണുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ സവാളല്ലേ നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് ഫ്രിഡ്ജിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അരിയുമ്പോൾ അതിൻ്റെ ഒരു നീറ്റൽ വരില്ല കേട്ടോ. അതൊരു ടിപ്പാണ്. അറിയണവർ ഇഷ്ടം പോലെ ഉണ്ടാവും, അറിയാത്തവർ ആരെങ്കിലും കൊണ്ടൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. മറ്റേത് നല്ല എരിവാവില്ലേ. അപ്പോൾ അതൊക്കെ പുറത്ത് കൊടുന്ന് വെച്ചിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് എന്താ വെച്ച് കഴിഞ്ഞാൽ കടലക്കറി അപ്പമാണ് കേട്ടോ. അപ്പോൾ കടലയൊക്കെ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു. അതൊക്കെ അവിടെ കഴുകിയിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആ കടല കുക്കറിലിട്ടു, പാകത്തിന് വെള്ളം. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു സവാളയാണ് കേട്ടോ നുറുക്കണത്. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് അങ്ങോട്ട് വേവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ കത്തിക്ക് നല്ല മുറിച്ചാണ് കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, തൊടുമ്പോൾ നമുക്ക് പേടിയാവും, ബ്ലേഡ് പോലെയാണ് കേട്ടോ. അരിയാൻ വേണ്ടിയിട്ട് നല്ല സുഖമാണ്. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ പച്ചമുളകും ഇഞ്ചി, വെളുത്തുള്ളിയും, തക്കാളി, സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ട്, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ടിട്ടില്ല കേട്ടോ. അതാ ഞാനത് ആ പാത്രത്തിൽ ചതക്കിനുള്ള പാകത്തിന് ഉപ്പ് ഇട്ടു. ഇനി നമുക്ക് ആ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുക്കറിൽ അടച്ച് വെച്ചിട്ട് അങ്ങോട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. രാവിലെ ആയതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ എനിക്കൊരു തലതിരിച്ചിലുണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ആയിട്ട്, കുറേ അല്ല, ഇപ്പോൾ പനിയൊക്കെ ആയിട്ട് കുറച്ച് ദിവസം ഒരാഴ്ചയൊക്കെ ആയിട്ട് നമ്മൾ നേരത്തെ നീക്കാറില്ലാത്തതുകൊണ്ട് തന്നെ അപ്പോൾ നീക്കുമ്പോൾ എനിക്ക് വലിയ മടിയാണ് കേട്ടോ. പോരാത്തതിന് പെരും മഴയുണ്ട്, രാവിലെ നിർത്താത്ത മഴയാണ് കേട്ടോ. മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മൾ കുക്കർ അടച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ചായ തിളച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് സെറ്റാക്കി കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സിപ്പ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിൽക്കിയോ ഒരു എനർജി ഇങ്ങോട്ട് കയറി വരണ പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കടല വേവിക്കാൻ വേണ്ടി വെച്ചു. കിഴങ്ങിടാൻ മറന്നു, അങ്ങനെ നേരാക്കിയിട്ട് വേഗം മുറിച്ചിടാം കേട്ടോ. ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ വല്ലപ്പോഴൊക്കെ എനിക്ക് പറ്റാറുണ്ട് കേട്ടോ. പക്ഷെ പറ്റുന്ന അബദ്ധങ്ങളൊക്കെ വലിയ അബദ്ധങ്ങളായിരിക്കും. എന്താ വെച്ചാൽ ഇതിൽ വിസിൽ വരാൻ വേണ്ടിയിട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് അയ്യോ ഞാൻ കിഴങ്ങിട്ടിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. ഇവിടെ പിള്ളേർക്ക് കടലക്കറിയിലായാലും ചിക്കൻ കറിയിലൊക്കെ ആണെങ്കിലും ഈ കിഴങ്ങിടുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മുടെ കറിക്ക് ഒരു കുറുക്കം വരാൻ വേണ്ടിയിട്ട് അടിപൊളി തന്നെയാണ് കിഴങ്ങ്. അപ്പോൾ ഇതാ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേഗം, ഇനിയിപ്പോൾ അതൊന്നും നോക്കണ്ട, വേഗം അതിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞിട്ട് ഞാനത് അങ്ങോട്ട് നുറുക്കിയിട്ടില്ലെങ്കിൽ ഇത് വേറെ സെപ്പറേറ്റ് വേവിക്കണ്ടേ, അതിൻ്റെ മടിയിലാണ് കേട്ടോ. വലിയ കിഴങ്ങായിരുന്നു കേട്ടോ. അതെന്തായാലും ഒക്കെ കൂടെ ഞാൻ മുറിച്ച് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ പകുതി എടുത്തേക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ലല്ലോ, കിഴങ്ങല്ലേ. അപ്പോൾ അതൊക്കെ നുറുക്കിയിട്ടിട്ട് ഇനി നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഇത് വേവാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഇങ്ങനെ ഒരു നട്ടതിരിച്ചിലൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വേവിക്കാൻ വെച്ചിട്ട് ഇനി നമുക്ക് അടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മാവൊക്കെ സെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പാടൊന്നുമില്ല കേട്ടോ. ദോശമാവ്, അപ്പത്തിൻ്റെ മാവൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എളുപ്പമാണ് കേട്ടോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പുട്ടും ചപ്പാത്തിയും നൂലുപുട്ടൊക്കെ ആണെങ്കിൽ ഹുദാ പിന്നെ അതൊരു ടൈം അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചട്ടി കുക്കർ അപ്പുറത്ത് വെച്ച് ചട്ടി ഇപ്പുറത്തേക്ക് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ടാണ് കടലക്കറിക്കുള്ള നാളികേരമാണ് കേട്ടോ. അതിനകത്തേക്ക് ഞാൻ കുറച്ച് പെരിഞ്ചീരകവും പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അങ്ങനെ എല്ലാം കൂടെ ഇട്ടിട്ടാണ് കേട്ടോ വറുക്കണത്. വേപ്പിലൊക്കെ കൂടെ ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ പൊടിയും കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് മൂപ്പിക്കും. ആ പൊടിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മളതൊരു പാത്രത്തിലാക്കി വെച്ച് അതൊന്ന് തണുക്കട്ടെ കേട്ടോ. തണുക്കാൻ വേണ്ടിയിട്ട് അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. തണുത്തൊക്കെ ആയപ്പോഴേക്കും നമുക്കത് അരയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഞാൻ കുറച്ച് വെന്ത കടലയും കൂടെ അതിനകത്ത് ഇട്ടിട്ട് അരയ്ക്കുന്നുണ്ട്. നമ്മുടെ കറിക്ക് ഇങ്ങനെ കുറുകുറാന്ന് ഇരിക്കും കറി കേട്ടോ. മറ്റേത് കടല താഴെയും വെള്ളം മേലെയും കൂടെ ആയി നിൽക്കും. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് അരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ മിക്സി അങ്ങോട്ട് കൊണ്ടുവച്ചു. അപ്പോൾ അവിടെ അങ്ങോട്ട് സെറ്റായി. നമുക്ക് അരപ്പ് റെഡി ആയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കറണ്ട് പോയാലും വലിയ പേടിയില്ല കേട്ടോ. അവിടെ എപ്പോഴും കറണ്ട് പോകും. അതാണ് ഞാൻ എപ്പോഴും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നപ്പോൾ അരപ്പൊക്കെ കൂടെ ഒഴിച്ച് കൊടുത്തു. ഇനി ഇതിലിപ്പോൾ നമ്മൾ നാളികേരം വറുക്കുമ്പില്ലേ, ഏലക്ക, പട്ട, ഗ്രാമ്പ് ഉണ്ടെങ്കിലും സൂപ്പറാണ് കേട്ടോ. പക്ഷെ ഒരു ഓവർ നമ്മുടെ മസാലയുടെ കുത്ത് വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചിക്കൻ പൊടി ഉള്ളതുകൊണ്ട് അതൊന്നും ഇടാഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഒഴിച്ചിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് നമ്മുടെ കറി തിളയ്ക്കാൻ വേണ്ടിയിട്ട് വിട്ടു. അപ്പോഴേക്കും ഞാൻ അവിടെ എന്തെങ്കിലുമൊക്കെ വെള്ളമോ പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി റെഡിയാക്കി വെക്കും കേട്ടോ. എന്നാൽ പിന്നെ അവിടെ കാണുമ്പോൾ നമുക്കൊരു എന്തോ ഒരു സമാധാനമാണല്ലോ. മറ്റേത് എനിക്ക് അവിടെ ആകെ കൂടെ അഴുക്കും പൊടിയും ഉള്ളിയുടെ തോലും ഒക്കെ കൂടെ കാണുമ്പോൾ എനിക്ക് പ്രാന്താവും കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ വേറെ ആരും വന്ന് വൃത്തിയാക്കാനൊന്നും ഇല്ലല്ലോ, നമ്മൾ തന്നെ വൃത്തിയാക്കണ്ടേ. അപ്പോൾ അത് അങ്ങോട്ട് കയ്യോടെ തുടച്ച് അങ്ങോട്ട് മിനുക്കിയിടും. അപ്പോൾ അത് കഴിഞ്ഞു. ഞാൻ ഇനി ഇരിക്കുന്ന 2-3 പാത്രം കൂടെ ഉണ്ട്. നമ്മുടെ കറി തിളയ്ക്കുന്ന സമയം കൊണ്ട് അത് അങ്ങോട്ട് കഴുകി വയ്ക്കാം. ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ നിറഞ്ഞ് പോവും. അപ്പോൾ അതുകൊണ്ട് അതിന് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ 2 പാത്രമുള്ളൂ, 1 പാത്രമുള്ളൂ, 3 പാത്രമുള്ളെങ്കിൽ അത് കുറച്ചൊരു ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ടപ്പേന്ന് തന്നെ കഴുകിയിട്ട് അവിടെ അങ്ങോട്ട് കൊണ്ടുവയ്ക്കും കേട്ടോ. അപ്പോൾ ആ പണിയും കഴിഞ്ഞു കേട്ടോ. നേരെ അങ്ങനെ വെളുത്ത് വരണേ ഉള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ചോറ് ഉണ്ടാക്കണ്ട. അതാണ് പിന്നെ ഒരു ആശ്വാസം കേട്ടോ. പിള്ളേർക്ക് ഇങ്ങനെ പലഹാരം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കണ്ണൻകുട്ടി ചോറ് കൊണ്ടുപോകണമില്ല, അവൻ്റെ കൂട്ടുകാരൊന്നും കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചിക്കൻ കൊണ്ടുപോകാറില്ല കേട്ടോ. കഴിച്ചിട്ട് അങ്ങോട്ട് പോകും. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടും കേൾക്കണില്ല കേട്ടോ.
ഇനി ടീച്ചറെ അടുത്ത് പറഞ്ഞു നോക്കണം. അപ്പോൾ അതാ നമ്മുടെ കറിയൊക്കെ ആയി. ഉപ്പൊക്കെ നോക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കറി. ഉപ്പ് കുറച്ച് കുറവുണ്ട്, അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇതിനകത്ത് മല്ലിച്ചപ്പ് ഇടായിരുന്നു കേട്ടോ. ഞാൻ ഇതിപ്പോഴാണ് ഓർത്തത്. മല്ലിച്ചപ്പ് നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, വിട്ടുപോയതാണ് കേട്ടോ. ഞാൻ ഒട്ടുമിക്ക എല്ലാ കറികളിലും പറഞ്ഞാൽ മല്ലിച്ചപ്പ് ഇടുന്ന ഒരു വിധം കറികളിലൊക്കെ, നമ്മുടെ മസാലക്കറി പോലെ ചിക്കൻ കറി പോലത്തെ ഉള്ളതിലൊക്കെ ഇടും കേട്ടോ. മീൻ കറിയിലൊക്കെ ഇഷ്ടമാണ് എനിക്ക് മല്ലിച്ചപ്പിൻ്റെ ആ ഒരു സ്മെല്ല്. അങ്ങനെ ദാ നമ്മളതൊന്ന് ഇങ്ങോട്ട് തിളയ്ക്കാൻ വേണ്ടി വിട്ട് നിൽക്കുന്ന സമയം കൊണ്ട് ഒരു ഗ്ലാസ് ചായ ഇങ്ങനെ എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു ആശ്വാസമല്ലേ. എനിക്ക് ഈ പനി ഇങ്ങോട്ട് വിടുന്നില്ല കേട്ടോ. പനി അല്ല, പക്ഷെ ഉള്ളിൽ നമുക്ക് പനിക്കണ പോലെ. അതിന് കാലാവസ്ഥ എന്തോ അറിയില്ല കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചെറുള്ളി ഉണ്ടാക്കി വെച്ചായിരുന്നു നമ്മുടെ കറി വറുത്തിടാൻ വേണ്ടിയിട്ട്. അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടെ ആക്കി വെക്കുകയാണ് കേട്ടോ. നമ്മൾ അന്ന് താത്ത തന്നത് ഇങ്ങനെ കവറിൽ കെട്ടി വെച്ചിട്ടുണ്ട്. വേപ്പിലയ്ക്ക് ഒരു കുഴപ്പമില്ല, പക്ഷേ കോലും തണ്ടൊക്കെ വേറെ പോയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കറിവേപ്പില നമ്മുടെ പച്ചക്കറിവേപ്പില എന്ന് പറഞ്ഞാൽ കറിവേപ്പില കറിയിലിടുകയും ചെയ്തു. എന്നിട്ട് ഇതാ നമ്മളിനി വറുത്തിടാൻ വേണ്ടിയിട്ട് ഉരുളി വെച്ചു. എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കുറച്ചധികം ചെറിയുള്ളി, കടുക് വേണമെങ്കിൽ പൊട്ടിക്കാം കേട്ടോ. നമ്മളിവിടെ കടുക് പൊട്ടിച്ചിട്ടില്ല. ചെറിയുള്ളി, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടെ ഉണ്ടായിരുന്നു കുറച്ച്. എല്ലാം കൂടെ ഒന്നങ്ങോട്ട് ബ്രൗൺ കളർ ആവണ വരെ ആക്കിയിട്ട് നമ്മുടെ കറി ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കടലാക്രമണം അങ്ങോട്ട് ശരിയായി, റെഡിയായി. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ നമുക്ക് ചാറ് പോലെ ഇങ്ങനെ സെറന്നുള്ള വെള്ളം ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒന്ന് കുറുന്നനുള്ള കറിയാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ചാറിന് കുറച്ചും കൂടെ ചൂടുവെള്ളം അല്ലെങ്കിൽ വെള്ളമൊക്കെ ചേർത്തിട്ട് ലൂസാക്കൊക്കെ ചെയ്യാം. ഇവിടെ ഇങ്ങനെയാണ് ഇഷ്ടം. പിന്നെ അത്ര വലിയ കറിയുടെ ആവശ്യമില്ലല്ലോ, ഞങ്ങൾക്ക് 3 പേർക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ വറുത്തിട്ട് ഇനി അത് അടച്ച് വെച്ചിട്ട് ഇനി നമുക്ക് ബാക്കി പരിപാടിക്ക് നോക്കാം. അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അപ്പമൊക്കെ ഞാൻ തലേദിവസം രാത്രി അരച്ച് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ദൈവമേ പൊന്തില്ലേ പെടുമോ എന്ന് വെച്ചാൽ അത്രയും തണുപ്പല്ലായിരുന്നു. പക്ഷെ നല്ല പൊന്തിയിട്ടുണ്ട്. എപ്പോഴത്തെയും പോലെ പൊന്തി പോയിട്ടില്ല, പക്ഷേ നല്ലവണ്ണം പൊന്തി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി റെഡിയാക്കിയിട്ട് ഇനി നമുക്ക് ഈ കറിയില്ലേ ഈ പാത്രങ്ങളിലാക്കി അടച്ച് വെക്കാം കേട്ടോ. എന്നാൽ പിന്നെ ഉരുളിയൊക്കെ നമുക്ക് അങ്ങോട്ട് കഴുകി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കുക്കറും ഉരുളിയും അവിടെ കിടക്കുന്നുണ്ട്. ഈ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചു. ഇനി ഈ ചട്ടി ചൂടാവണ സമയം കൊണ്ട് ഞാനില്ലേ ആ പാത്രങ്ങൾ അങ്ങോട്ട് കഴുകി വെക്കും. ഇല്ലെങ്കിൽ അത് അവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇടങ്ങേറാട്ടോ. അതങ്ങനെ ചെയ്ത് ശീലമായിട്ടാണ് തോന്നുന്നു. വീട്ടിലൊക്കെ അമ്മയ്ക്കാണെങ്കിൽ കാര്യമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ കഴുകുള്ളൂ. എനിക്കിതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു സമാധാനമുള്ളൂ കേട്ടോ. മറ്റേതൊക്കെ കഴിഞ്ഞിട്ട് കഴിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കതിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ എന്തോ ഒരു വെപ്രാളൻ്റെ കൈ അറിയാതെ അങ്ങോട്ട് തന്നെ പോവും. അപ്പോൾ ആ ചട്ടി ഒന്ന് ചൂടാവുന്ന സമയം കൊണ്ട് ഈ ഒരു 2-3 കഴുകി വെച്ച് കഴിഞ്ഞാൽ കുട്ടത്തല അവിടെ കാണാനും നമുക്കൊരു വൃത്തിയാണ്. പിന്നെ അതിങ്ങനെ കൂടി കിടക്കുമ്പോൾ എന്തൊക്കെയോ നമ്മൾ തന്നെ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ അധികം ഒരു ക്ഷീണം വരും. അപ്പോൾ അതൊക്കെ കഴുകി റെഡിയാക്കി വെച്ചപ്പോഴേക്കും നമ്മുടെ അപ്പച്ചട്ടി അങ്ങോട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അപ്പം ഇങ്ങനെ ചുട്ടെടുക്കാം. പിള്ളേർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പൂജയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും വേണ്ട. പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടി 2 എണ്ണം, കൊണ്ടുപോകാൻ പൂജയ്ക്ക് 2 എണ്ണം, പിന്നെ ഞാനിപ്പോൾ കഴിക്കണില്ലല്ലോ അതുകൊണ്ട്. അപ്പോൾ 2 എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ 3 എണ്ണം വെക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ. കഴിക്കാനും ഇപ്പോൾ രാവിലെ പൂജയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ പാട് കേട്ടോ. കണ്ണൻകുട്ടി പിന്നെ രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് അപ്പൊക്കെ ചുട്ട് പൂ പോലത്തെ നമ്മുടെ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോന്ന് അങ്ങനെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴേക്കും പിള്ളേരൊക്കെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അവരിങ്ങനെ സെറ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് കേട്ടോ ഞാൻ ഈ അപ്പം ഉണ്ടാക്കാൻ നിന്നത്. കുറച്ച് നേരം എനിക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെ അടുത്തൊക്കെ പോയി ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് തിരിച്ചിങ്ങോട്ട് വന്നിട്ടാണ് നമ്മൾ അപ്പം ചുടാൻ വേണ്ടിയിട്ട് നിന്നത്. അപ്പം ചുടാൻ വേണ്ടി വലിയ പാടില്ലല്ലോ. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കുന്ന സമയം കൊണ്ട് ഞാൻ പൂജയ്ക്കുള്ള കൊണ്ടുപോകാനുള്ള ഫുഡ് ആക്കുകയാണ് കേട്ടോ. 2 അപ്പവും പിന്നെ കറി ഞാൻ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പാത്രത്തിലാക്കിയിട്ട് എന്നാൽ പിന്നെ അതങ്ങോട്ട് കഴിഞ്ഞോളും. മറ്റത് ഈ തിരക്കിൻ്റെ ഇടയിൽ അതാക്കാൻ നിൽക്കണ്ടല്ലോ. ഫ്രീ ഉള്ള സമയത്ത് ഇങ്ങനെ അങ്ങോട്ട് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോഴൊക്കെ ഞാൻ കണ്ണനോട് ചോദിക്കേണ്ടത് 2 എണ്ണം കൊണ്ടുപോയിക്കോ അല്ലെങ്കിൽ ഒരു 4 എണ്ണം കൊണ്ടുപോയിക്കോ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചോളാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേണ്ട പറഞ്ഞു. എന്നാൽ ശരി വേണ്ടെങ്കിൽ വേണ്ടാന്ന് ഞാനും വിചാരിച്ചു. പിന്നെ അതാ കവറിലൊക്കെ ആക്കി കെട്ടി കൊടുത്തിട്ടുണ്ട്. വയറ് നിറച്ച് ഇവിടുന്ന് കഴിച്ചിട്ടാണ് പറഞ്ഞു വിടെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാതിരിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വിധം വൈക്കുമെങ്കിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അത്രയും വൈകെങ്കിൽ പിന്നെ ഉണ്ടാക്കാറുമില്ല, അത് വേറെ കാര്യം. അപ്പോൾ അതൊക്കെ ആക്കി റെഡിയാക്കി സെറ്റാക്കി വെച്ചു. പൂജയ്ക്കുള്ള അപ്പവും കറിയും ഒക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ആൾ ഇരിക്കുമ്പോഴേ പറഞ്ഞു 1 എണ്ണം മതി. കണ്ണൻകുട്ടി അവിടെ നിന്ന് എണ്ണ എവിടെ തോർത്ത് എവിടെയെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവളുടെ കഴിഞ്ഞിട്ട് 2 ആൾ ഒരുമിച്ച് നീക്കും. പിന്നെ ബാത്റൂമിൽ കയറാൻ വേണ്ടി അടിയാ. പുറത്തെ ബാത്റൂമിൽ ആരും കയറുമില്ല. അപ്പോൾ അതാണ് അടി ഒരു വിധം നടന്നിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഒരാൾ കയറിയാൽ പിന്നെ ഒരാൾ പുറത്തുനിന്ന് വിളിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു 5 മിനിറ്റ് അവിടെ പോസ്റ്റാക്കി നിർത്തും. അങ്ങനെയൊക്കെയുള്ള പരിപാടി ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ പൂജയ്ക്ക് ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും കണ്ണൻകുട്ടി വന്നു. അപ്പോൾ അവൻ കഴിക്കാൻ വേണ്ടി നിന്നു. ഇനി പൂജട്ടിയുടെ കണ്ണാടിയുടെ അവിടെയുള്ള പ്രഹസനാണെങ്കിൽ ബാക്കിയുള്ള സമയം മൊത്തം. കണ്ണൻകുട്ടിക്ക് ഇന്ന് എന്തോന്നാവോ ചായ വേണം പറഞ്ഞു. അപ്പോൾ ചായ കൊടുത്തു. പുറത്തത് കണ്ടോ 8 മണിയാകുമ്പോഴേക്കും പെരാ മഴ കേട്ടോ. നോക്കി സ്കൂളിൽ പോകണ നേരത്ത് നല്ല മഴ കേട്ടോ. അതുവരെ ഒരു മഴയുണ്ടായിരുന്നില്ല. 8 മണി ഇങ്ങോട്ട് ആയപ്പോഴേക്കും പെരുമഴ പെയ്തു. ഈ കുട്ടിയോളം നനയ്ക്കാൻ വേണ്ടിയിട്ടൊരു മഴയാണത്. സ്കൂള് വരുന്നു. എല്ലാം റെഡിയായി. ഇനി പിള്ളേർക്ക് ഇറങ്ങേണ്ടേ ഉള്ളൂ കേട്ടോ. കാപ്പി കുടിച്ചു. പിന്നെ അവർ പോയി കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടിച്ച് വാരിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിച്ചിട്ട്
ഒന്നും കൂടെ മാവ് ഉറങ്ങാൻ വേണ്ടിയിട്ട് നേരത്തെ നീറ്റിട്ട് ഇന്നലെ ഉറക്കം ശരിയായിട്ടില്ല. ഇന്നലെ 3 മണിയൊക്കെ ആയിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ല, നല്ലോണം നേരം വൈകി. പിന്നെ നീക്കുകയും ചെയ്തു 5:30 ആകുമ്പോഴത്തേക്കും. അത് കാരണം ആ വെള്ളം വീണതിൻ്റെ സൗണ്ടിൽ എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. കണ്ണൻകുട്ടിക്ക് ഇറങ്ങാറായില്ലേ? 8:30? എല്ലാവർക്കും 8:30 ഇറങ്ങണ്ടുള്ളൂ. ഇപ്പോൾ 8:15 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇനി അവർ പോകുമ്പോൾ കാണും. എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇവരുടെ കണ്ണാടി മുമ്പിലുള്ള പ്രഹസനം കഴിഞ്ഞിട്ടില്ല കേട്ടോ. ചേച്ചി അനിയനും കൂടെ കാര്യമായിട്ട് തന്നെയാണ് കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ കണ്ണാടി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്കും മക്കൾക്കും ഇങ്ങനെ തന്നെയാണ്. കണ്ണാടിയുടെ അവിടെ നിന്ന് പോരാൻ വേണ്ടിയിട്ട് വലിയ പാടാണ് കേട്ടോ. അത് എവിടെയെങ്കിലും പോണ സ്ഥലത്താണെങ്കിലും ഇല്ലെങ്കിൽ ഒരു ഷോപ്പിൽ കണ്ടാലും നമ്മളൊന്ന് എത്തി നോക്കൂട്ടോ. അത് എന്താണെന്ന് അറിയില്ല, എല്ലാവരും അങ്ങനെയൊന്നും അറിയില്ല, നമ്മളങ്ങനെയാണ്. കെട്ടി കവറിലാക്കാം. എങ്ങനെ ഉണ്ടാവും? മോളിക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ 8:30 കഴിഞ്ഞു. ഇറങ്ങിക്കോ മക്കളെ, മഴക്കാലല്ലേ. ഇതൊരു വണ്ടിയൊക്കെ കിട്ടി എത്തുമ്പോഴേക്കും നേരം. ഹോംവർക്കൊക്കെ ചെയ്തോ? പെണ്ണെടുത്തോ? ബുക്ക്? ആ 2 വെള്ളപ്പമ്മ പൊതിഞ്ഞേരട്ടെ. അതിൻ്റെ കൂടെ ഒരാൾ ഫുഡ് ഉണ്ടല്ലേ? എല്ലാവരും ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ മഴ ഒന്ന് തോർന്നപ്പോഴേക്കും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് രണ്ടാളും കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കൂടെ നിർത്താൻ വേണ്ടിയിട്ട് രണ്ടാൾക്കും നല്ല മടിയാണ് കേട്ടോ. എല്ലാവരും പോയി ഗൈസ്. ഞാൻ ഒറ്റയ്ക്കായി. വേഗം വേഗം നമ്മുടെ വീഡിയോസ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. അടിച്ച് വാരാണ്ട് തുടയ്ക്കാൻ പിന്നെ നമ്മൾ എന്ന് പറയുന്ന പോലെ വൈകിട്ടാൽ തുടക്കിനെ കൊണ്ടൊന്ന് അടിച്ച് വാരിട്ടാൽ മതി. അതാ പുതക്കിയിട്ട് അവിടെ കിടക്കുന്നുണ്ടാവുക. ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം എനിക്കൊന്ന് കുളിച്ചിട്ട് ചായ കുടിക്കണം. ഇതിൽ കുറച്ച് നേരമൊന്നും ഉറങ്ങും ഞാൻ. അല്ല, ഷോർട്സ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് പിന്നെ ഉച്ചയാകുമ്പോഴത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനെയൊക്കെ. അപ്പം ഇനി നമുക്ക് അടിച്ചു വാരാം. സമയം കളയണ്ട. ഇരുന്നാൽ ഇങ്ങനെ മടിയാവും. ചൂടെടുത്തിട്ട് വരട്ടെ കേട്ടോ. ഇനിയിപ്പം നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ ഒരു ഭാഗത്ത് ഇരിക്കാമല്ലോ കുറച്ച് നേരം എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടിയിട്ട് വലിയ സമയമൊന്നും കിട്ടില്ല കേട്ടോ. 12 മണിക്ക് ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മൾ 2-3 ഷോർട്സും വീഡിയോസൊക്കെ ഇടുന്ന കാരണം, 2-3 വീഡിയോസ് അല്ല, ഒരു ലോങ് വീഡിയോ 2-3 ഷോർട്സ് ഒക്കെ ഇടുന്ന കാരണം അന്നന്ന് എടുക്കുന്ന വീഡിയോസ് ആവും മിക്കത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പരിപാടിക്ക് നീക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാവും. പിന്നെ അത് എഡിറ്റ് ചെയ്ത് ഒന്ന് റെഡിയായി വോയിസ് ഓവർ കൊടുക്കുമ്പോഴേക്കും അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാവും കേട്ടോ. അപ്പോൾ അത് എല്ലായിടത്തും ഒന്ന് അടിച്ച് വാരിയിടാം. നമ്മളെന്നും വൈകിട്ട് അടിച്ച് വാരി തുടക്കണോണ്ട് തന്നെ രാവിലെ എല്ലായിടത്തും ഒന്ന് അടിച്ച് വാരി ഇട്ടാൽ മതി കേട്ടോ. ഒന്നാമത് ഇവിടെയൊക്കെ നിലത്തുനിന്ന് ഇങ്ങനെ വെള്ളം കിനിയും, പഴയ വീടായിട്ടാണ് തോന്നുന്നു. പിന്നെ ഈ പാടത്തിൻ്റെ വക്കൊക്കെ അല്ലേ, നിലവും ചുമരും മേലൊക്കെ മൊത്തത്തിൽ നനഞ്ഞിട്ടാണ് കേട്ടോ. എപ്പോൾ നോക്കിയാലും ഒരു ശീതം പോലെയാണ്. അപ്പോൾ എല്ലായിടത്തും ഒന്ന് അടിച്ച് വാരിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് തോന്നുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആ വീണിട്ട് ഡിസ്പ്ലേ പൊട്ടിയെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലാരിറ്റിയുടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. എനിക്കിപ്പോൾ ഒന്ന് ഫോൺ വാങ്ങാൻ പറ്റിയൊരു സാഹചര്യം, അല്ലെങ്കിൽ ഡിസ്പ്ലേ നേരാക്കാൻ പറ്റിയിട്ടുള്ള സാഹചര്യം അല്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഇങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. മൊത്തത്തിൽ ഒക്കെ കൂടെ ഒരു മൂടൽ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ക്ഷമിച്ചിട്ടൊന്ന് കണ്ടോളൂ കേട്ടോ. നമുക്കിനി നേരാക്കുമ്പോൾ നല്ല രീതിയിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി ഉമ്മറത്ത് വന്നിട്ട് ഉമ്മറും കൂടെ ഒന്ന് അടിച്ച് വാരിയിട്ട് കഴിഞ്ഞാൽ എനിക്ക് സമാധാനമാവുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ മുരിങ്ങ മരത്തിലെ ഇലകളൊക്കെ കുനുകുനാ ഇലകളൊക്കെ ഇവിടെ വന്ന് പരന്ന് കിടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടേക്ക് ഒന്ന് അടിച്ച് വാരി ഇട്ടിട്ട് വെള്ളം അടിച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് ഉമ്മറ ഭാഗം ഇങ്ങോട്ട് വൃത്തിയായി. എന്നിട്ട് ഞാൻ പോയി ഒന്ന് മേല് കഴുകിട്ടോ. തല നനച്ചില്ല. എനിക്ക് പനിക്കോള് ഞാൻ പറഞ്ഞില്ല, എനിക്കതിന് വിടണമില്ല. അങ്ങനെയൊക്കെ. ഈ വാസലിൻ്റെ മോയ്സ്ചറൈസർ അടിപൊളി സാധനമാണ് കേട്ടോ. എനിക്കും പൂജയ്ക്കും ഇത് നന്നായിട്ട് സ്യൂട്ടായിട്ടുണ്ട്. നമുക്കിങ്ങനെ നമ്മുടെ ഒരു ഗ്ലാസ് സ്കിന്ന് പോലെ അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ് പോലെയൊക്കെ ഒരു തിളക്കം പോലെയൊക്കെ തോന്നും കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഞാനിത് റിവ്യൂ കണ്ടിട്ട് മേടിച്ചതാണ്. ഇതിപ്പോൾ 2ാമത്തെ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ കുളി കഴിഞ്ഞ് വന്നാൽ ഒന്നില്ലെങ്കിൽ ഞാൻ അലോവേരയുടെ ജെല്ലിൻ്റെ ഇതോ അല്ലെങ്കിൽ നമ്മുടെ മോയ്സ്ചറൈസറോ ഒക്കെ പുരട്ടും. വെയിലാണെങ്കിൽ സൺസ്ക്രീൻ ചെയ്യും, അല്ലെങ്കിൽ ഇപ്പം മഴയല്ലേ കാര്യമായിട്ട് ചെയ്യൊന്നുമില്ല. സൺസ്ക്രീനൊക്കെ നല്ല വിലയല്ലേ എന്ന് വിചാരിച്ചിട്ട് വെയിലത്ത് എടുത്ത് വയ്ക്കും കേട്ടോ. അങ്ങനെയൊന്നും അല്ല, പുറത്ത് പോവുകയാണെങ്കിൽ ചെയ്യും കേട്ടോ. ഈ മോയ്സ്ചറൈസർ കഴിഞ്ഞിട്ട് തേച്ചിട്ട് നമ്മളൊന്ന് കണ്ണെഴുതിയിട്ട് ഒരു പൊട്ടും തൊട്ടൊരു കുറി ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാണ് കേട്ടോ. എനിക്കറിയില്ല, എനിക്കിങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് ഇന്നോടന്നെ ഒരു ഇഷ്ടം കൂടുക. മറ്റേത് എനിക്ക് വയ്യാത്ത പോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ തോന്നി എനിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ടല്ലോ. ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു ദുഃഖപുത്രിയായിട്ടിരിക്കണ പോലെയൊക്കെ എനിക്ക് തോന്നും കേട്ടോ. എപ്പോഴും വിഷമമുള്ള പോലെ തോന്നും. എൻ്റെ കണ്ണിന് എപ്പോഴും ഒരു സങ്കടമുള്ള പോലെ തോന്നും. കണ്ണൊക്കെ എഴുതി ഒരു പൊട്ടും കുറിയൊക്കെ ഇട്ട് ഒരു ലിബാമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റ്. ഇത് ഇന്നലെ വളാഞ്ചേരി പോയപ്പോൾ മേടിച്ചാട്ടാ ക്ലിപ്പ്. ഇതിന് 25 രൂപയും ഇതൊരു 30 രൂപയും അങ്ങനെയാണ്.
അതിൽ 25 രൂപ. പക്ഷേ ഇതാട്ടോ ഇഷ്ടം. ഇതിൻ്റെ മുടിയിലേക്ക് ഇതാണ് ഓക്കെ. ഇത് പൂജിറ്റിക്ക് വേണ്ടി മേടിച്ചാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് സംഭവങ്ങൾ. നമ്മളിങ്ങനെ ഇങ്ങനെ മുടി ഇങ്ങനെ ഒന്ന് കയറ്റിയിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് രസമാണ്. അപ്പം അതിൻ്റെ ഒരു ഇതിന് കണ്ടപ്പോൾ വാങ്ങിയതുള്ളൂ കേട്ടോ. പക്ഷെ ഇത് എത്രത്തോളം ഉറപ്പുണ്ടാവുന്നറിയില്ല. ഇപ്പോഴൊക്കെ പൊട്ടുന്ന ഒരു സംഭവമാണത്. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. എന്തായാലും കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ അങ്ങനെ വാങ്ങിയതാട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ രാവിലെ കുളിച്ച്. പിന്നെ ഇപ്പോൾ പറയാൻ ഈ സാധനം സൂപ്പറാണ് കേട്ടോ. എനിക്ക് വർക്കാണ്. നമുക്ക് സിറത്തിൻ്റെ എഫക്റ്റ് അല്ല, പക്ഷെ നമുക്ക് സിറം തേച്ച പോലെ നമ്മുടെ സ്കിന്നിനൊക്കെ ഒരു ഗ്ലോ വരും. ഇങ്ങനെ ഒരു ഗ്ലോ വരും. ഞാനിപ്പോൾ ഇത് രണ്ടാമത്തെ ബോട്ടില 99 രൂപ ഇട്ടുള്ളൂ കേട്ടോ. പക്ഷെ അടിപൊളിയാട്ടോ. ഇനി നമുക്ക് ഞം കഴിക്കണം. ചായ കുടിക്കാം. ചായ കുടിച്ചിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കാണ്ട്. ചായ കുടിച്ചിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കാണ്ട്. എഡിറ്റ് ചെയ്തിട്ട് ബാക്കി നമുക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് എന്നെ കാണാൻ പറ്റുമോ എന്നൊക്കെ അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ ഞാൻ ചായ നമ്മൾ കുടിച്ചിട്ട് ഇനി ഉച്ചയ്ക്ക് ഞാൻ ചോറ് ഇപ്പം തന്നെ വെക്കുമെന്ന് എനിക്ക് തോന്നണില്ല. എന്താ വെച്ചാൽ ഞാൻ കുറച്ച് വൈകിട്ടേ ഇനി ചോറ് വെക്കുള്ളൂ. ഞാൻ ഈ ഷോർട്സ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കും. എന്നിട്ട് അത് കേട്ടിട്ട് ഡിസ്പ്ലേ പൊട്ടി ഗൈസ്. ഇത് ഇനി എന്നാണാവോ എനിക്ക് പണി മുടക്കാമെന്നും വീഡിയോ ഇടാൻ പറ്റാത്ത സ്ഥിതി ആവുമെന്നും എനിക്കൊരു ഐഡിയ ഇല്ല. എൻ്റെ ഫോണ് കേട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫോണ് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് വല്ല ലോട്ടറി അടിക്കേണ്ടി വരും. ഇതും വഴി മുട്ടുന്ന അവസ്ഥയിലേക്കാണ് കേട്ടോ. അതൊരു പൊട്ടി പളീസായിട്ടുണ്ട്. ഇന്നെ കാണാനില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതാണ് എനിക്ക് ലൈവിലൊക്കെ വരുമ്പോൾ മെസ്സേജ് എനിക്ക് വായിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത്രയും പൊട്ടിച്ചെതരാണ്. അപ്പം മെസ്സേജൊക്കെ അതിൻ്റെ പകുതിക്കൊക്കെ ആവും. അതാണ് ഇങ്ങനെയൊക്കെ ഇരുന്ന് നോക്കി വായിക്കുന്നത്. എന്നാലും നമുക്ക് ചായ കുടിക്കാം കേട്ടോ. ചായ എടുത്തിട്ട് തന്നെ 2 അപ്പം ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്കിത് മതി. ഇനിയിപ്പോൾ ഞാൻ ഈ ചൂടാകെ അപ്പം കഴിക്കാൻ പറഞ്ഞാൽ വലിയ പാടാം. ഞാൻ ചൂടോടെ കണ്ടോളം ഉണ്ടാക്കട്ടെ. എനിക്കത് പിന്നെ ആവി കയറ്റി കഴിക്കുക എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് കഴിച്ചാൽ പോയില്ല. എനിക്ക് ചൂടോട് കഴിക്കാം. കണ്ണൻ സാറ് ചായ കുടിച്ചിട്ടില്ലേ? പകുതി കുടിച്ചിട്ടുള്ളൂ. ഇത് ഞാൻ ചൂടാക്കാം, കളയണ്ടല്ലോ. അപ്പം ഞാൻ ചായ എടുത്തിട്ട് വരാം കേട്ടോ. പിള്ളേർ പോയിട്ട് ഒറ്റയ്ക്ക് ഒരു സുഖം കിട്ടണില്ല. കണ്ണൻകുട്ടി കുറേ ദിവസം ഉണ്ടായിരുന്നല്ലോ ക്ലാസ് തുടങ്ങിയിട്ട്. അത് കാരണം എൻ്റെ ഈ ചുരിദാർ നമ്മൾ അന്ന് ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. സാരോട് വെട്ടി തുന്നിയതാ. ഇനി തുന്നാൻ വേണ്ടിയിട്ടുണ്ട്. എനിക്ക് ബോഡി പെയിൻ കാരണം ഞാനത് അങ്ങനെ നിർത്തിയിരിക്കുക. എനിക്കൊരു മോട്ടർ കിട്ടുമായിരുന്നെങ്കിൽ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സുഖമായിരുന്നു. ഇനി അതുകൊണ്ടൊന്ന് നോക്കണം. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നോക്കാൻ എത്തുമ്പോഴേക്കാണ് ഇങ്ങനെ ഓരോ പണി എനിക്ക് കിട്ടുക. ഇനിയിപ്പോൾ ഫോണിൻ്റെ ഹതാഹുത ചായ എടുത്ത് വരാം. പിന്നെ ഞാൻ എന്താ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചൂടോടുകൂടി 2 വെള്ളയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് കറിയും കട്ടൻ ചായയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഈ 2 വെള്ളപ്പം കഴിച്ച് കഴിഞ്ഞാൽ ഇനി ഉച്ചയ്ക്കും ഞാൻ വെള്ളപ്പം കഴിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി വരില്ല കേട്ടോ. എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വലിയ ചോറൊക്കെ മീനും ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ടാകും. ഇതിപ്പോൾ മീനും ഇല്ല ഇറച്ചിയില്ല. പിന്നെ ഇപ്പോൾ എന്തിനാണ് ചോറ് കഴിക്കണമെന്ന് വിചാരിച്ചു. വൈകിട്ട് പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിള്ളേർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചോറിനേക്കാളും കൂടുതൽ ഇഷ്ടം അതായതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കടലക്കറി ഇരിക്കുന്നുണ്ടല്ലോ. വൈകിട്ട് വരികയാണെങ്കിൽ നമുക്ക് അവർക്ക് വെള്ളയപ്പം ചുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മാവും ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കാം. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. നമുക്കിനിപ്പോൾ ഒരു 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അർജൻറ്റ് ഉള്ളതുണ്ട്. അതിനിപ്പോൾ ഞാൻ ഇരുന്നിട്ടില്ല. അതിൻ്റെ മുന്നത്തെ ഇരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. മറ്റേതിൻ്റെ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഉള്ള പാത്രങ്ങൾ കയ്യോടെ അങ്ങോട്ട് കഴുകി വെച്ചു. അങ്ങനെ ആ കഴുകി വെച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കിടാ ഓർമ്മ നമ്മളിവിടെ കിച്ചൺ ടാബും ഈ ഇത് എന്താ പറയുക നമ്മുടെ സ്റ്റവ് ഒന്നും തുടച്ചിട്ടില്ല എന്നുള്ളത്. എല്ലാം കഴിഞ്ഞിട്ട് തുടച്ചിട്ടില്ല എന്നിട്ടോ. ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കാറുണ്ട്. എന്നാലും എല്ലാം കഴിഞ്ഞിട്ടൊന്ന് തുടച്ച് കഴിഞ്ഞൊക്കെ ഒരു സമാധാനമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു. എന്നിട്ട് അവിടെ കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കലാപരിപാടി അവസാനിച്ചു. ചെറിയൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഒരുപാട് ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇപ്പോൾ എന്താ പറയാനുള്ളത്, മഴയാണ്. പിള്ളേരൊക്കെ ആണെങ്കിൽ സേഫായിട്ട് പോയി ക്ലാസ്സൊന്നും ഇല്ലാത്ത സമയം ശനി ഞായറൊക്കെ ആണെങ്കിൽ തോട്ടിലേക്കും കുളത്തിലേക്കും ഒന്നും പോകരുത് കേട്ടോ. അവരൊന്ന് കേൾക്കുമ്പോൾ നമുക്ക് പേടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.